അപ്പൊ അറയൊക്കെ ഉണ്ടാക്കി അതിലേക്ക് ഒരു പുതിയാപ്പിള വരണ കാലമാകുമ്പോ എന്തിനാ ഇങ്ങനെ ഒരു വിവാഹ ധൂർത്തിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഞാൻ ആദ്യം പറയുക, കതിരിൽ വളം വെച്ചിട്ട് കാര്യമില്ല. നമ്മളൊക്കെ നെൽക്കതിരിന്റെ കതിരിലാണ് വളം വെക്കുക, അതുകൊണ്ട് കാര്യമില്ല. ചുവട്ടിലാണ് വളമിടുന്നത്. ആദ്യം ഖുർആൻ അള്ള പറയുകയാണ്, വിവാഹം അള്ളാഹു തീരുമാനിച്ചതാണ്. സ്വർഗത്തിൽ മുതലേ വിവാഹമുണ്ട്. എന്തിനാണ് നിങ്ങൾ വിവാഹം കഴിക്കുക? 25 വയസ്സായ ഒരു ചെറുപ്പക്കാരൻ ഒരു പെൺകുട്ടി കൂടെ വേണം, അല്ലെങ്കിൽ 16 വയസ്സായ ഒരു പെൺകുട്ടിക്ക് പിന്നീട് ഒരു ചെറുപ്പക്കാരന്റെ കൂടെ ഒന്നിച്ച് ജീവിക്കണം. വിവാഹത്തിന്റെ വിവക്ഷ എന്താണ്? എന്താ കല്യാണം കഴിക്കുക? മക്കളുണ്ടാവാൻ. അതിനിപ്പോ അത് കഴിക്കണമെന്ന് തന്നെ ഉണ്ടാ. എന്താ മോക്കവൻ 4ാം ക്ലാസ് കഴിഞ്ഞിട്ടില്ല. എന്തിനാണ്? ഇവിടെയാണ് പ്രശ്നം. ഞാനിത് ചോദിച്ചും പറഞ്ഞു നോക്കി നിൽക്കുന്നത്. നമ്മൾ തമ്മിലൊരു പരിചയമില്ല. ഇപ്പൊ പെട്ടെന്ന് പരിചയമാവും. സദസ്സ് ഞാനും തമ്മിലുള്ള ഒരു അകലം ഇല്ലാതാവും. അതായി ചോദിച്ചും പറഞ്ഞു നോക്കി നിൽക്കുക. ഉറക്കവും ഇല്ലാതാവും. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, ജനപ്പെരുപ്പത്തിനല്ല. എന്തിനാണ് വിവാഹം കഴിക്കുന്നത്? എന്തിനാണ്? അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, മോനെ, നിന്റെ ജീവിതത്തിൽ ഒരു ഇണ വേണമെന്ന് അള്ളാഹു തീരുമാനിച്ചത് ലിയസ്കുന ഇലൈഹാ, നിന്റെ ഹൃദയത്തിന് സമാധാനമുണ്ടാവാനാണ്. നിന്റെ ഹൃദയത്തിന് സമാധാനമുണ്ടാവാനാണ്. അള്ളാഹു പറയുകയാണ്, നിന്റെ ജീവിതത്തിന് സമാധാനമുണ്ടാവാനാണ്. ഒരു ഭാര്യ നിന്റെ ജീവിതത്തിൽ എന്തിനാ? ഒരു ഭർത്താവ് നിന്റെ ജീവിതത്തിൽ എന്തിനാ? ആകുലതകളും വ്യാകുലതകളും വേപതുകളും വിഫലതകളും വിഭ്രാന്തികളും നിന്റെ സ്ഥതകളും നിന്റെ വ്ലതകളും നിന്റെ ദുഃഖവും നിന്റെ പ്രയാസവും നിന്റെ കണ്ണുനീരും നിന്റെ സങ്കടവും എല്ലാം ഇറക്കി വെക്കാൻ, നിന്റെ ജീവിതത്തിൽ ഒരു അത്താണി ഉണ്ടാവാൻ, നിന്റെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവാനാണ് അള്ളാഹു നിന്നോട് വിവാഹം ചെയ്യാൻ പറഞ്ഞതെന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. ലിയസ്കുന ഇലൈഹാ, ലിയസ്കുന ഇലൈഹാ, നിന്റെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവാനാണെന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. ലിയസ്കുന ഇലൈഹാ, ജനപ്പെരുപ്പ യഥാർത്ഥത്തിൽ വിവാഹം സമാധാനത്തിനാണ്. അള്ളാഹു സമാധാന ജീവിതം നമുക്ക് നൽകട്ടെ. വൈവാഹിക ജീവിതത്തിന്റെ സമാധാനം നഷ്ടപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വിവാഹത്തിന്റെ തുടക്കം മുതൽ തന്നെ സുന്നത്തിനും ഖുർആനിനും എതിരായി എന്നത് തന്നെയാണ്. അല്ലാതെ വേറൊരു കാര്യമില്ല. എല്ലാവരും വിവാഹം കഴിക്കുന്നത് എന്തിനു വേണ്ടിയാ? ലിതസ്കുനു ഇലൈഹാ, നിന്റെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവാൻ. ഭാര്യ സമാധാനം നൽകുന്നവൾ അള്ളാഹുവിനാക്കി തരട്ടെ. ഭാര്യ വിവാഹ ജീവിതം സമാധാനം ഉണ്ടാവണം. സന്തുഷ്ട ഭാര്യ ഭർത്തൃ ഭർത്തൃ ഭാര്യോ തദൈവത യസ്മിൻ ദേവ കുലേ നിത്യം കല്യാണം തത്ര വൈഭവം. സന്തുഷ്ട ഭാര്യ ഭർത്തൃ ഭർത്തൃ ഭാര്യോ തദൈവത യസ്മിൻ ദേവ കുലേ നിത്യം കല്യാണം തത്ര വൈഭവം. ഔകമാകാല ഭഗവത്ഗീത. ഭഗവത്ഗീതയിലെ സന്തുഷ്ട ഭാര്യ ഭർത്തൃ ഭർത്തൃ ഭാര്യോ തദൈവത, സന്തുഷ്ടയായ ഭാര്യയും ഭർത്താവും, അതേപോലെ പരസ്പര സ്നേഹം നൽകുന്ന ഭർത്താവും ഭാര്യയും യസ്മിൻ ദേവ കുലേ നിത്യം, ആ സന്തോഷമുള്ള ഭാര്യയ്ക്കും ഭർത്താവിനുമാണ് നല്ല ഒരു തലമുറയും മക്കളും ഉണ്ടാകുന്നത് എന്ന ഭഗവത്ഗീത 10ാം കാണ്ഡം 24ാം സൂക്തം. ഞാൻ പറഞ്ഞത് മതത്തിന്റെയും വർണ്ണത്തിന്റെയും ഭാഷയുടെയും ദേശത്തിന്റെയും ഗോത്രത്തിന്റെയും ഒക്കെ യാതൊരുവിധ വ്യത്യാസമില്ലാതെ ലോകത്തെല്ലാവരും ആഗ്രഹിക്കുന്നത് വിവാഹത്തോടുകൂടി ഒരു സമാധാന ജീവിതമാണ്. പക്ഷെ ആ സമാധാന ജീവിതം നഷ്ടപ്പെടുന്നത് വൈവാഹിക ജീവിതത്തെ അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മോട് പറഞ്ഞു തന്ന് ആ വൈവാഹിക ജീവിതത്തിന്റെ വിവാഹ കർമ്മത്തിന്റെ സുന്നത്തുകളിൽ നിന്ന് സമൂഹം അകന്നു പോയപ്പോ ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കേസുകൾ കെട്ടിക്കിടക്കുന്നത് ക്രിമിനൽ കോടതിയിലല്ല, സിവിൽ കോടതിയിലല്ല. ഏറ്റവും കൂടുതൽ കേസുകൾ കെട്ടിക്കിടക്കുന്നത് കുടുംബ കോടതികളാണെങ്കിൽ വിവാഹം കഴിഞ്ഞ 1-ാമത്തെ മണിക്കൂർ തന്നെ നിശ്ചയിക്കപ്പെടുന്ന കുടുംബ ബന്ധങ്ങളുടെ നടുവിൽ
പരസ്പരം അകന്നു പോകുന്ന 1000 മക്കളെ സാമൂഹ്യ ദ്രോഹികളാക്കി മാറ്റുന്ന കുടുംബ കോടതിയിലേക്ക് കേസുമായി കടന്നു പോകുമ്പോൾ കോടതി വരാന്തയിൽ പരസ്പരം കണ്ടിട്ടും കാണാത്തതുപോലെ നിൽക്കുന്ന വാപ്പയുടെയും ഉമ്മയുടെയും നടുവിൽ വാപ്പയും ഉമ്മയും കൂടി ജഡ്ജിയുടെ മുമ്പിൽ പോയിട്ട് ഇത് ഞങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കണ്ട എന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിതാവിനൊരു മണിയറയിലേക്ക് ഒരു മണവാട്ടിയെ കിട്ടും, ഉമ്മയ്ക്കിന് വേറൊരു മണവാളന്റെ ചൂടും കിട്ടും. പക്ഷേ വാപ്പ വലതുഭാഗത്തേക്കും ഉമ്മ ഇടതുഭാഗത്തേക്കും ജീവിതത്തിന്റെ പുതിയ കൂട്ടാളിയെ തെരഞ്ഞു പോകുമ്പോ വിവാഹ കോടതികൾ, കുടുംബ കോടതികൾ കേസുകൾ കുമിഞ്ഞുകൂടുമ്പോ ആ സമയത്ത് ഉപ്പയുടെ കൈ പിടിച്ചു പോകണോ അതല്ല ഉമ്മയുടെ കൈ പിടിച്ചു പോകണോ എന്നറിയാതെ കോടതി വരാന്തയിൽ നെടുവീർപ്പെടുന്ന 100 കണക്കിന് പാവപ്പെട്ട അനാഥ ബാല്യങ്ങളെ. ഇനി അവൻ അനാഥനാണ്, വാപ്പ ജീവിച്ചിരിക്കുമ്പോൾ അവൻ യതീമാണ്, ജീവിച്ചിരിക്കുമ്പോൾ അവൻ യതീമാണ്. വാപ്പയും ഉമ്മയും ജീവിച്ചിരിക്കുമ്പോഴും അനാഥ ബാല്യത്തിന്റെ മാറാപ്പം പേര് ജീവിക്കേണ്ടി വന്ന ആയിരക്കണക്കിന് ശപിക്കപ്പെട്ട അനാഥ ജന്മങ്ങളുടെ നടുവിലേക്ക്, ശിശുഭവനുകളിലേക്ക് വലിച്ചെറിയപ്പെടുന്ന അനാഥ ജന്മത്തിന്റെ നടുവിലേക്ക് വിവാഹം കഴിഞ്ഞാൽ വിവാഹചന്തയിൽ മാത്സര്യ ബുദ്ധിയോടെ കോടികളെറിഞ്ഞ് പകട കളിച്ച് സ്വന്തം നാട്ടിലെ തൊട്ടടുത്ത പാവപ്പെട്ടവന്റെ വീട്ടിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ പുതിയങ്ങാടി ചന്തയിലോ കണ്ണൂർ മാർക്കറ്റിലോ പോയി ചുമടെടുത്തിട്ട് വൈകുന്നേരം തിരിച്ചു വരുമ്പോ കിട്ടുന്ന നാണയത്തൊട്ടുകൊണ്ട് ജീവിതത്തിന്റെ 2 അറ്റം തമ്മിൽ കൂട്ടിമുട്ടിക്കാൻ കഴിയാതെ ചുമടെടുത്ത് ക്ഷയം പാടിച്ച് വിവാഹപ്രായമെത്തി നിൽക്കുന്ന പ്രിയപ്പെട്ട മങ്ങളെ, സ്ത്രീധനമെന്ന് പറയുന്ന ദുരാചാരത്തിന്റെ വില കെട്ടിച്ചു നിൽക്കാൻ കഴിയാതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ചുമടെടുത്ത് ക്ഷയം പാടിച്ച് അവസാനം മക്കളെ കെട്ടിച്ചു വിടാൻ യാതൊരുവിധ ഗതിയുമില്ലാതെ വെള്ളിയാഴ്ചകളിൽ പള്ളിക്കോലാകെ തുണിവിരിക്കുന്ന ആയിരക്കണക്കിന് നിരാശരായ ഹതഭാഗ്യന്മാരായ പിതാക്കന്മാരുടെ മുമ്പിൽ സ്വന്തം മഹല്ലുകളിലേക്ക് കടന്നു വന്നിട്ട് എന്റെ മകളെ കെട്ടിച്ചുവിടാൻ കഴിവില്ലെന്ന് പറയുമ്പോ ജമാഅത്ത് കമ്മിറ്റിയുടെ ഫുൾ കോറം കൂടി അവസാനം അവരുടെ വെള്ളക്കടലാസിൽ ഒപ്പിട്ട് കൊടുക്കും. ഇവൻ തെണ്ടാൻ പരമയോഗ്യനാണ്, ഇവൻ പരമാവധി തെണ്ടാൻ യോഗ്യനാണ്, അതുകൊണ്ട് ഇവൻ ആര് വന്നാലും ഇവന് പൈസ കൊടുക്കണമെന്ന് ജമാഅത്തിന്റെ ഫുൾ കോറം കൂടുന്ന കമ്മിറ്റി സൈൻ ചെയ്തു കൊടുക്കുന്ന ആയിരക്കണക്കിന് നിരാലംബരും നിരാശ്രയരും നിദ്രാവിഹീനരുമായ പാവപ്പെട്ട പിതാക്കന്മാരുടെ മുമ്പിൽ യഥാർത്ഥത്തിൽ അറേബ്യയിൽ പെണ്ണാണ് ജനിച്ചതെന്നറിഞ്ഞാൽ കുഴിച്ചുമുടിയിരുന്നു. ഇപ്പോൾ പിതാക്കന്മാരുടെ അവസ്ഥ പെണ്ണാണെന്നറിഞ്ഞാൽ അബോർഷൻ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് സ്ത്രീധനമെന്ന് പറയുന്ന ദുരാചാരം മനുഷ്യ സമൂഹത്തെ എത്തിച്ചു എന്നതാണ് സത്യം. യഥാർത്ഥത്തിൽ പെണ്ണെന്ന് കേട്ടാൽ പിതാവിനും മാതാവിനും വിരളിയാണ്. എന്ന് നാളെ പെണ്ണിനോട് ചോദിച്ചാൽ സ്ത്രീധനത്തിന്റെ പേരിലാണ് നീ കൊല ചെയ്യപ്പെട്ടത് എന്ന് പറയേണ്ട ഒരു ദുരവസ്ഥയിൽ നിൽക്കുമ്പോ, സമാധാനത്തോടെ ജീവിക്കേണ്ട കുടുംബജീവിതം താറുമാറാകുമ്പോ, എനിക്കറിയാം വിവാഹബന്ധം ഏർപ്പെടുത്തുമ്പോ വിളമ്പിയ പപ്പടത്തിന്റെ കണക്ക് പോലും പറഞ്ഞ് തിരിച്ചു വാങ്ങിച്ചു കൊണ്ടുപോകുന്ന വിവാഹ കണക്കുകൾ എത്രയോ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇതിനൊരു അറുതി വരണ്ടേ? ധൂർത്തിനെതിരെ സംസാരിച്ചതുകൊണ്ട് കാര്യമുണ്ടാകുമെന്ന് എനിക്ക് കരുതുന്നില്ല. യഥാർത്ഥത്തിൽ എവിടെയാണ് പിഴച്ചത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. വളരെ ലളിതമായ വിവാഹ കർമ്മം, സമാധാന ജീവിതത്തിലോട്ട് ഇറങ്ങിപ്പോകേണ്ട കർമ്മം, 2 സാക്ഷികളുടെ മുമ്പിൽ വെച്ച് വധുവിന്റെ പിതാവ് വരന്റെ കയ്യിൽ പിടിച്ച് ഉസവ്വിജുക അലാമ അമറല്ലാഹു തആല ബിഹി മിൻ ഇംസാകിൻ ബിമഅറൂഫിൻ ഔ തസ്രീഹിൻ ബിഇഹ്സാൻ എന്ന് ലളിതമായ 2 വാക്കുകൾ പറഞ്ഞാൽ വരൻ ഖബിൽതു മിൻ നികാഹഹ വ തസ്വീജഹ ബിഹാദൽ മഹരിൽ മബ്ലഗിൽ മദ്കൂരി വറളീതു ബിഹി വബിഹാ എന്ന ഒരു മറുപടി കൂടി പറഞ്ഞാൽ, അവന്റെ കയ്യിലുള്ള ഒരു വിവാഹത്തിന്റെ മഹർ മൂല്യം കൊടുത്താൽ അവൻ അധ്വാനിച്ച പെണ്ണിന്റെ വാപ്പയുടെ കയ്യിൽ നിന്ന് പൊള്ളാച്ചി ചന്തയിൽ പോത്തിനെ വിറ്റത് മാതിരി കച്ചവടം പറഞ്ഞുറപ്പിച്ച തുകയിൽ നിന്ന് 10 പവന്റെ സ്വർണം മേടിച്ചു കൊടുക്കലല്ല മഹർ. ആണത്തമുള്ളവനാണെങ്കിൽ നട്ടലൂരിട്ട് വാഴപ്പിണ്ടി വെച്ചിട്ടില്ലെങ്കിൽ നട്ടല് നിവർത്തി വെച്ച് അവൻ ഒരു ദിവസം അധ്വാനിച്ച പൈസ അത് 500 റുപ്യാകട്ടെ പെണ്ണിന്റെ കയ്യിൽ മഹർ കൊടുക്കാൻ മനിസ്തത്ത അമിൻകുമുൽ ബാഅത വലയതസവ്വജ്. വിവാഹത്തിന്റെ മാനദണ്ഡം എന്താ ചെറുപ്പക്കാര? നിങ്ങളുടെ പൗരുഷത്തിന്റെ നേരെയാണ് ഞാൻ ഇന്ന് പ്രസംഗിക്കുക. നിങ്ങളുടെ ആണത്തത്തിന്റെ നേരെ 10 പവൻ 24 പവൻ, അത് 4യുടെ പേര് എത്രയാ? പള്ളിയിലെ കാലിയാരി വയ്ക്കും മോനെ, എത്രയാ മഹർ? അപ്പൊ എത്രയാ? പുതിയാപ്പിളയുടെ അടുത്ത് കാലിയാരി വയ്ക്കും മോനെ മഹർ എത്രയാ? ആ പഹേനത് അറിഞ്ഞുകൂടാ. അപ്പുറത്ത് വാപ്പ